കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ഒരു പുരസ്കാര ചടങ്ങിനിടയിൽ സുരേഷ് ഗോപി ഒരു ആഗ്രഹം പറഞ്ഞു. അതായത് സുരേഷ് ഗോപിക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ആവണം, എന്നിട്ട് ഗുരുവായൂരപ്പനെ സേവിക്കണം എന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കുറച്ചുനാൾ മുന്നേ പറഞ്ഞിരുന്നു തന്ത്രി കുടുംബത്തിൽ, അതായത് അടുത്ത ജന്മത്തിൽ തന്ത്രി കുടുംബത്തിൽ ജനിച്ചിട്ട് അയ്യപ്പനെ സേവിക്കണം, അതാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. ഇപ്പൊ ഗുരുവായൂരപ്പന്റെ നെഞ്ചത്തോട്ടാണ് കേറിയിട്ടുണ്ട്. അപ്പൊ എന്താണ് സുരേഷ് ഗോപി ഉദ്ദേശിക്കുന്നത് ശരിക്കും? അല്ലെ, ഒരു ഘട്ടത്തിൽ പോലും സുരേഷ് ഗോപി ഈ അടുത്ത ജന്മത്തെ കുറിച്ച് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്ത. പോയിക്കോട്ടെ, അടുത്ത ജന്മത്തെ കുറിച്ച് പറയാൻ ആർക്കും അവകാശമുണ്ട്. കാര്യം നമ്മൾ അറിയുന്നില്ലല്ലോ അടുത്ത ജന്മത്തിൽ പിന്നെ ഇങ്ങനെ ആവുമോ ഇല്ലയോ എന്നുള്ള കാര്യം. പിന്നെ അടുത്ത ജന്മം അത് ആണല്ലോ അയ്യപ്പന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഇതിപ്പം ഗുരുവായൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എന്ന് പറയുന്ന ഒരു പദവിയിലൂടെ അർത്ഥമാക്കുന്നത്? സുരേഷ് ഒരിക്കലും ഒരു മനുഷ്യനായി എനിക്ക് അടുത്ത വർഷവും പിറക്കണം, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഒരു മനുഷ്യനായി പിറക്കണം എന്ന് സുരേഷ് ഗോപി ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞിട്ടില്ല. ഇപ്പം നേരത്തെ ഉന്നത കുലത്തിൽ പിറക്കണമെന്നായിരുന്നു പറഞ്ഞു. ഉന്നത കുല ജാതനാവണം, അതാണല്ലോ ഈ തന്ത്രി കുടുംബം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഉന്നത കുലത്തിൽ പിറക്കണം. അതായത് പൂണൂലിട്ട, അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, പൂണൂലിട്ട ഇതിൽ പിറക്കണം, പിറന്നിട്ട് ഒടുവിൽ എനിക്ക് ഇതായി മാറണം, എന്താ പറയാ, തന്ത്രിയായി മാറണം, അയ്യപ്പനെ സേവിക്കണം, കെട്ടിപ്പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത്. ഇപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്ത്രിമാർ വരെ പിടിയിലാകുകയും പിന്നീട് ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുകയും ഒക്കെ ചെയ്തു. അപ്പം ആ സാഹചര്യമൊക്കെ ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ മുന്നിലുള്ളത് കൊണ്ടാവാം ഇനി അങ്ങനെ ആവാം എന്ന് പറഞ്ഞത്. എങ്ങനെ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനായി ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നുള്ള തലത്തിലേക്ക്. അപ്പൊ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം എന്ന് പറയുന്നത് അവിടെ എത്തുന്ന വിശ്വാസികൾക്കാണ്, അവിടെ അമ്പലം ഭരിക്കുന്നവർക്കല്ല അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ എപ്പോഴും ഉള്ളത്. അവർക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ക്ഷേത്രവും അവിടെയുള്ള ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് അത് പണം കൊയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഏതൊരു ബിസിനസ് സ്ഥാപനവും പോലെ മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് നമുക്ക് എല്ലാവർക്കും ഏറെക്കുറെ അറിയാം. അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്തിനാണ് ഇപ്പം വേറെ ദേവസ്വം ബോർഡ് ശരിക്കും ഇവിടെ ഇവര് BJP-ക്കാർക്ക് ഭരിക്കാനുള്ള അവകാശമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ദേവസ്വം ബോർഡ് ഭരിക്കാൻ. ഇപ്പം നമ്മൾ നോക്കിക്കോളൂ, ഇപ്പം ഇവിടെ തിരുവാങ്കൂർ ഈ തന്നെയല്ല BJP-യുടെ ഒരു ആശയങ്ങൾക്കല്ലേ എതിരല്ലേ അത്. സുരേഷ് ഗോപി ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ ആകുക എന്ന് പറഞ്ഞാൽ അത് കാര്യം എന്താ? ഇവരുടെ ഉദ്ദേശം എന്താ? ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടുക. ഈ ദേവസ്വം ബോർഡിൽ ഇപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, തിരുവാങ്കൂർ ദേവസ്വം ബോർഡ്, ഈ ദേവസ്വം ബോർഡ് എല്ലാം കൂടി വരുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ്. സംസ്ഥാന സർക്കാരിന്റെ ദേവസ്വം വകുപ്പിന്റെ കീഴിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡ് തന്നെ പിരിച്ചുവിടണം എന്ന് പറയും. തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് മാത്രം പിരിച്ചുവിട്ടാൽ മതിയോ? അപ്പം ഇതിന്റെ എല്ലാം ഭരണാധികാരി സർക്കാർ എന്നുള്ള നിലയ്ക്കല്ലേ വരുന്നത്. ഇപ്പം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആണെങ്കിൽ തന്നെയും എല്ലാത്തിനെയും ഭരണാധികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് മന്ത്രി തന്നെയാണ്. ഇപ്പം VN വാസവൻ തന്നെയാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. ഇത് തന്നെ പിരിച്ചുവിട്ടുകൊണ്ട് ഈ അമ്പലങ്ങളെയെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരണം എന്ന് ശക്തിയുക്തം വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ നാട്ടിലെ BJP-ക്കാർ. ദേവസ്വം ബോർഡുകാർ ഓരോ അമ്പലങ്ങളെയും കൊള്ളയടിക്കുകയാണ്, ഓരോ അമ്പലങ്ങളെയും ഇല്ലാതാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ദേവസ്വം ബോർഡിലുള്ളവരെല്ലാം അമ്പലം വിഴുങ്ങികളാണ്. ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഈ നാട്ടില് അതിൽ നിന്ന് ഇപ്പം ശബരിമലയിൽ കിട്ടുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ശമ്പളം കൊടുക്കുന്നു. അപ്പം ഇവിടെ ശശികല പറഞ്ഞു നടന്നിട്ടുണ്ട്. KP ശശികല കുറെ കാലത്തിന് മുമ്പ് പറഞ്ഞു നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമാണ്. അതിൽ വേറൊരു കാര്യമുണ്ട്, മഹല്ല് കമ്മിറ്റിക്കാരുടെ പണം എടുക്കുന്നില്ല, അല്ലെങ്കിൽ പള്ളിക്കാരുടെ കയ്യിൽ നിന്ന്, ക്രിസ്ത്യൻ പള്ളികളുടെ കയ്യിൽ നിന്ന് പണം എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ പണമൊന്നും സർക്കാർ ഏറ്റെടുക്കുന്നില്ല, പകരം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പണമാണ് എടുക്കുന്നത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ പണം മുടക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, ശബരിമല മാസ്റ്റർ പ്ലാൻ, ഇത് ദേവസ്വം ബോർഡാണോ നടപ്പിലാക്കുന്നത്? അല്ലെ ശബരിമല കൂടിയിരിക്കുന്ന ഒരു പറ്റം ഭക്തന്മാരാണോ ശബരിമല മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയത്? അല്ല. ഇപ്പം പിന്നെ ചെട്ടുകുളങ്ങര, ഇങ്ങനെ ഒരുപാട് അറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ പലതും ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസ്റ്റർ പ്ലാൻ എല്ലാം തയ്യാറാക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അതിനുവേണ്ടി പണം മുടക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ശബരിമലയിൽ റോഡ് വികസനമാണെങ്കിലും അവിടുത്തെ ആൾക്കാർക്ക് കടന്നു പോകാനുള്ള വഴിയാണെങ്കിലും ഇതെല്ലാം സെറ്റാക്കുന്നതെന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരാണ്. അല്ലാതെ പിന്നെ ശബരിമലയിൽ വരുന്ന ഭക്തരെല്ലാം കൂടെ പണം പിരിച്ചെടുത്ത് ചെയ്യുന്ന കാര്യമൊന്നുമല്ല, അല്ലെങ്കിൽ കുറച്ച് കുടുംബക്കാർ ഇറന്ന് ചെയ്യുന്നതൊന്നുമല്ല. അപ്പം ഇവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ദേവസ്വം ബോർഡിനെ തന്നെ പിരിച്ചുവിടണമെന്നും ദേവസ്വം ബോർഡിന്റെ അധികാരം കേന്ദ്രത്തിലേക്ക്
മാറ്റണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം അല്ലെങ്കിൽ ഈ ഹൈന്ദവ സംഘടനകൾ BJPയും RSS അടക്കമുള്ളവർ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ കൊടി പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ സുരേഷ് ഗോപിക്ക് ഈ ഒരു സാഹചര്യം ഉണ്ടാവുക? ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ആയിരിക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെ ഒരു ആഗ്രഹം പുള്ളി പ്രകടിപ്പിച്ചുകൊണ്ട് പറയാ. അപ്പൊ പുള്ളിയുടെ ആഗ്രഹം എന്താ? ഇതേപോലെ തന്നെ ദേവസ്വം ബോർഡ് മന്ത്രി ഉണ്ടാവണം, ആ ദേവസ്വം ബോർഡ് മന്ത്രിയുടെ കീഴിൽ ദേവസ്വം ബോർഡുകൾ ഉണ്ടാവണം, ആ ദേവസ്വം ബോർഡിന് ചെയർമാൻമാരുണ്ടാവണം, അതിലൊരു ചെയർമാൻ എനിക്കാവണം. ഇതല്ലേ എന്റെ ആഗ്രഹം. അപ്പൊ BJPയുടെ സ്ഥാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്മാറുകയാണോ സുരേഷ് ഗോപി ചെയ്യുന്നത്? ശരി, അങ്ങനെ ഒരു ചോദ്യമുണ്ട്. സ്ഥാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്മാറുകയല്ലേ സുരേഷ് ഗോപി ചെയ്യുന്നത്? പുള്ളിയെ കളിയാക്കരുത് എന്നൊക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഇതിന്റെ പേരും പറഞ്ഞ് മാധ്യമ പ്രവർത്തകരെല്ലാവരോട് എന്നെ പൊങ്കാലയിടരുത്, അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത്, ഞാൻ വേറൊന്നും തന്ത്രി കുടുംബത്തിന്റെ ആണല്ലോ അന്ന് പറഞ്ഞത്. എനിക്ക് അടുത്ത ജന്മം മനുഷ്യനായി ജനിക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. അടുത്ത ജന്മം ചിലവരുണ്ട്, ദൈവമേ ഇനി മേലെ ഒരു ജന്മം മനുഷ്യനായി ജനിക്കല്ലേ എന്നുള്ളത്. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചേ മനുഷ്യനായി ജനിക്കുന്നതിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, അതെല്ലാം അങ്ങനെ അറ്റം എത്തിക്കഴിയുമ്പോൾ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് മനുഷ്യനായിട്ട് ജനിക്കരുത്, അല്ല ചിലർ പെണ്ണായി ജനിക്കരുത് എന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു അവസ്ഥയിൽ ഇത് വിട്ടുമാറി സുരേഷ് ഗോപി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും BJPയുടെ സ്ഥാപിത ലക്ഷ്യങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒന്നാണ്. ഇനി അതല്ല, സുരേഷ് ഗോപി വേറെ എന്തെങ്കിലും ആണോ ലക്ഷ്യം വെച്ചത്? അതായത് ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ എല്ലാം അധികാരം ഒരു കേന്ദ്ര ദേവസ്വം ബോർഡ് മന്ത്രിയെ ഉണ്ടാക്കിക്കൊണ്ട് ഇതിന്റെ എല്ലാം അധികാരം കേന്ദ്രത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന എന്തെങ്കിലും നീക്കം നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആണെങ്കിലും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആണെങ്കിലും എല്ലാ ദേവസ്വം ബോർഡുകളുടെയും ഒരു പരമാധികാരം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിനാണ്, ഇവിടെ സംസ്ഥാനത്തിനില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതിന്റെ ഒരു ആദ്യ സൂചനകളാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന ഈ രണ്ട് തരത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, സുരേഷ് ഗോപി ഇടയ്ക്ക് പറയാം 2014 നടന്നൊരു സംഭവം. 2014 നമ്മുടെ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിഴിഞ്ഞം പോർട്ട് ഇപ്പൊ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നമുക്ക് അതിന്റെ ഗ്യാപ് വയബിലിറ്റി ഫണ്ട് പോലും നമുക്ക് തരാതെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കാര്യം ഇതിന്റെ ഏറ്റവും അധികം പണം മുടക്കുന്ന നമുക്ക് ഇപ്പം നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാർ വെച്ച കരാർ പ്രകാരം നമുക്ക് ഇതിന്റെ ഒരു ബെനഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ വർഷം കുറെ പിടിക്കും. ഉമ്മൻചാണ്ടി വെച്ച കരാർ പ്രകാരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കി നമ്മൾ പണം മുടക്കിയാലും ഇതിന്റെ ഒരു ലാഭം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ കയ്യിലേക്ക് വരണമെങ്കിൽ വീണ്ടും 10-40 വർഷം കഴിയണം. എന്നാൽ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കി വെച്ച ശേഷം 30 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് 2034 കൂടി നമുക്ക് ഇതിന്റെ ടേൺ ഓവർ കിട്ടുന്ന രീതിയിലേക്ക് റീസെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ കരാറിൽ പുതുക്കിയതിന് ശേഷമാണ് ഇപ്പം നമ്മൾ ഇതിന്റെ വിഴിഞ്ഞം പ്രോജക്റ്റുമായിട്ടുള്ള കരാറിൽ അദാനിയായിട്ട് ഒപ്പുവെച്ചത്. എന്നിട്ട് വിഴിഞ്ഞം പോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയത്, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ മുന്നോട്ട് പോയത് അങ്ങനെയാണ്. എന്നാൽ ഇപ്പോൾ പറയുന്നത് 2014 നരേന്ദ്രമോദിയോട് പറഞ്ഞു അത്രേ, ഈ വിഴിഞ്ഞം പോർട്ട് നിങ്ങൾ അനുവദിച്ചു തന്നാൽ ഞാൻ അടിമയായി ജീവിച്ചോളാം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഈ അടിമ ഉടയോൻ ബന്ധമൊക്കെ ഇപ്പോഴും ഉണ്ടോ? നമ്മൾ ജീവിക്കുന്ന ഏത് നൂറ്റാണ്ടിലാണ്? അതിലോട്ടാണല്ലോ അവർ കൊണ്ടെത്തിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അടിമയാണ് ശരിക്കും. ഇപ്പോഴും നമുക്ക് മാറ്റമൊന്നുമില്ല. 2014 മുതൽ ഇങ്ങോട്ട് കണക്കിലാക്കി നോക്കിയാൽ പുള്ളി കേന്ദ്രമന്ത്രിയായിരിക്കുന്ന അല്ലെങ്കിൽ MP ആയിരിക്കുന്ന രാജ്യസഭ MP ആയ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പുള്ളി ഒരു അടിമയാണ്. മാനസികമായ ഒരു അടിമത്തത്തിന്റെ ലക്ഷണമാണ് സുരേഷ് ഗോപിയിൽ നമ്മൾ കാണുന്നതല്ല. അടിമയാകുക, അടിമക്കണ്ണായി ജീവിക്കുക. ഇവിടെ ഫെഡറൽ സംവിധാനം അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു മഹത്തായ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഈ ജനാധിപത്യ രാഷ്ട്രത്തിനെ കുറിച്ച് അവിടെ എന്തിനാണ് സംസ്ഥാന സർക്കാർ അവിടെ കേന്ദ്രത്തിന്റെ അടിമയായി ജീവിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ? സുരേഷ് ഗോപിയുടെ വാക്കിൽ നമുക്കുണ്ടാകുന്ന ഒരു സംശയം അതാ. ഇവിടെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് അടിമയായി ജീവിക്കണോ? വേണ്ട, അതിന്റെ ആവശ്യമില്ല. എന്തിനാ അടിമയായി ജീവിക്കുന്നത്? ഇവിടെ നമുക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ട് എത്ര കോടി രൂപ നമുക്ക് തന്നിട്ടുണ്ട്? അതായത് ഈ വിഴിഞ്ഞ പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര രൂപ തന്നിട്ടുണ്ട്? നമ്മളാണ് അവിടെ ഫണ്ട് മുടക്കിയിരിക്കുന്നത്. നമ്മൾ ഫണ്ട് മുടക്കുന്നതിന് കേന്ദ്രത്തിന്റെ അനുമതി എന്തിനാ? കേന്ദ്രത്തിന്റെ അടിമയായിരിക്കേണ്ട ആവശ്യം എന്തുവാ? അതിന്റെ ആവശ്യമേ ഇല്ല. അല്ലെങ്കിൽ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ, അത് കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും അല്ലെ സംസ്ഥാനമാണെങ്കിലും, അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ ലഭിക്കണ്ടേ? അത് ജനാധിപത്യ രീതി, ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമാണെന്നേ അത്. അപ്പൊ അത് നൽകാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ എന്തിനാ പോയി നരേന്ദ്രമോദിയുടെ മുമ്പിൽ പോയി സാഷ്ടാംഗം പ്രണമിച്ചിട്ട് എല്ലാ ദിവസവും രാവിലെ നരേന്ദ്രമോദിയുടെ പടം വെച്ച് വിളക്കത്തിക്കുന്ന എന്തിനാ? അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പൊ 75 വയസ്സായി കഴിയുമ്പോൾ പ്രധാനമന്ത്രി കളഞ്ഞിട്ട് പോകും. വേറെ ആളെ ഇവിടെ പ്രധാനമന്ത്രിയായിട്ട് കയറും. അത് BJP ആയാലും ഏതാണെങ്കിലും നാളെ വേറൊരാളെ പ്രധാനമന്ത്രിയാവും.
ആ പ്രധാനമന്ത്രി ആവുന്ന സമയത്ത് വീണ്ടും അടിമയാവണോ? ഈ പ്രധാനമന്ത്രിയുടെ അടിമയാവണോ? ഇനി യോഗി ആദിത്യനാഥാണ് അടുത്ത പ്രധാനമന്ത്രി ആവുന്നെങ്കിൽ യോഗിയുടെ കാല് പിടിക്കണോ? അല്ല, ഇത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ മാനസികമായി അടിമത്തം ബാധിച്ച ഒരു മനുഷ്യനാണ്. അതിനപ്പുറത്തേക്ക് ഇല്ല, ഇപ്പുറത്തേക്കും ഇല്ല. മാനസികമായി, അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വേണ്ട അടിമത്തമാണെന്നാണ് കരുതുന്നത്. എന്റെ പൊന്ന് സുരേഷ് ഗോപി, ഒരു കാര്യം മനസ്സിലാക്കുക സാർ, നിങ്ങൾ പിന്നെ ഈ ജനങ്ങളുടെ അടിമയായിട്ടല്ല നിങ്ങൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ തലപ്പത്തിരിക്കുന്ന നരേന്ദ്രമോദിയുടെ അടിമയല്ല സുരേഷ് ഗോപി നിങ്ങൾ. അത് സുരേഷ് ഗോപിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഈ സുരേഷ് ഗോപി വിചാരിക്കുന്നത് എന്താ, ബാക്കിയുള്ള ആളുകൾ, അയാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകൾ അയാളുടെ അടിമകളാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പ്രജകൾ അല്ലെ, ഇവരെന്റെ പ്രജകളാണ്, ഞാൻ അവിടുത്തെ അടിമയാ, ഞാൻ നരേന്ദ്രമോദിയുടെ അടിമയും ഈ പറയുന്ന ഈ ബാക്കി നിങ്ങൾ എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച നിങ്ങൾ എന്റെ അടിമകളുമാണ്. ഇങ്ങനെ ഒരു ചിന്താഗതി. അടിമ ഉടയാൻ ബന്ധമൊക്കെ ഇവിടെ തീർന്നു. അടിമയുടെയും ബന്ധമൊന്നും ഇപ്പൊ ഇല്ല. അതെല്ലാം തീർക്കേണ്ട സമയത്ത് ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളെല്ലാം കൂടെ, അത് ഇന്നതെന്ന് ഞാൻ പറയുന്നില്ല, CPM എന്നും പറയുന്നില്ല, കോൺഗ്രസ് എന്നും പറയുന്നില്ല, ഇവിടെ ഒരു ഘട്ടത്തിൽ എല്ലാവരും കൂടി ഒരു കേരളം ഒരു സമൂഹമായി നിന്ന് ഒറ്റയ്ക്ക് നിന്ന് എതിർത്തിട്ടാണ് അടിമയുടെയും ബന്ധം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് രാജഭരണം അവസാനിപ്പിച്ച് നമ്മൾ ജനായത്ത ഭരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ഈ ജനായത്ത ഭരണത്തിലും ഈ പറയുന്ന രാജഭക്തി കാണിച്ചുകൊണ്ട് നടക്കുന്ന രീതി ശരിയല്ല. ഈ സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ അടിമയൊരു വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ, അത് ഇവർക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ BJP-ക്കാരുടെ അതാണ് ഞാൻ ഇതിനു മുമ്പൊക്കെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ BJP അധികാരത്തിൽ വരുന്ന ഒരു കാലം നമ്മൾ ഏകദേശം 18-ാം നൂറ്റാണ്ടിലേക്ക് വീണ്ടും പോകേണ്ടി വരും. ആ ഒരു യുഗത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഈ ചിന്താഗതികളൊക്കെ മാറും. എനിക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ ആയിരിക്കണം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ചെയർമാൻ ആയിരിക്കോ, അവിടുന്ന് കട്ടുമോഷ്ടിക്കോ കട്ടുമുടിക്കോ, എന്ത് വേണം നിങ്ങൾക്ക് ആവാം. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അത് ഗുരുവായൂരപ്പനെ തൊഴാനും കുളിപ്പിക്കാനും വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു വൃത്തികെട്ട ഡയലോഗ് അടിച്ചുകൊണ്ട് വരരുത് എന്ന് മാത്രം.